കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ആലോചന. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് CPIയുടെ നീക്കം. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, സൂചിപ്പിച്ച പോലെ തന്നെ സുഗതന് രാഷ്ട്രീയമായും നിയമപരമായും എല്ലാ സംരക്ഷണവും നൽകുമെന്ന് നേരത്തെ തന്നെ ബി.ജെ.പി. വ്യക്തമാക്കിയിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. അമ്പിളി, ഇന്നലെയാണ് കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി വന്നത്. അതുപ്രകാരം ഇന്നലെ നഗരസഭയിലെ ഈ കോർപ്പറേഷന്റെ 20ഓളം വരുന്ന കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ഈ വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വളരെ വേഗം വീണ്ടും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തുകയായിരുന്നു. അത് 19 പേര് മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളതാണ്. സുഗതൻ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സാഹചര്യമാണ്. ഇത് വളരെ ഈ ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം തികയ്ക്കുന്നതിന് വേണ്ടി ഒരാളുടെ പോലും കൂടെ ഈ പിന്തുണ, അത് വളരെ വലിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ സുഗതന്റെ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തേണ്ടതുണ്ട്. സുഗതന്റെ സത്യപ്രതിജ്ഞ നടന്നില്ല എങ്കിൽ ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന തിരിച്ചടി അത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കോടതിയെ തന്നെ, ഈ വിധി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ബി.ജെ.പി. എത്തിയിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ സമർപ്പിക്കാനാണ്. ഒരു ദിവസത്തെ ഇളവെങ്കിലും നൽകണം. അത് സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്തായാലും ആ ഒരു കോടതിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായി എന്താണ് നടപടി എന്ന് നമുക്കിപ്പോൾ അത് പറയാൻ കഴിയില്ല. ഒപ്പം തന്നെ CPM സമാനമായ രീതിയിൽ ഈ കോടതി നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. കാരണം ഡെപ്യൂട്ടി മേയർ പദവിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന നിലയായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി പ്രത്യേകമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അത് അസാധുവാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാനുമാണ് ഈ CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും നിയമവഴിയിൽ നിന്നും CPM പിന്നോട്ട് പോകുന്നില്ല. ഇത് കുറച്ചുകൂടി കടുപ്പിക്കാൻ തന്നെയുള്ള തീരുമാനം തന്നെയാണ്. ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ, നിയമപരമായിട്ടുള്ള പിന്തുണയൊക്കെ തന്നെയും കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതന് നൽകുമ്പോൾ അതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരികയാണ്. റിലേ സത്യാഗ്രഹവുമായിട്ടാണ് CPM ഇപ്പോൾ അവിടെ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലുകളിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടിയുണ്ടല്ലോ. കൗൺസിൽ 3 എണ്ണത്തിൽ സ്വാഭാവികമായും ഈ പങ്കെടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അസാധുവാക്കപ്പെടുന്ന, അയോഗ്യനാക്കപ്പെടുന്ന ഒരു നില കൂടിയുണ്ട്. അത് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും കൗൺസിൽ ചേർന്നു. അതിൽ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമായി CPM മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ പങ്കെടുത്തു, മെയ് മാസത്തിൽ മാത്രമാണ് പങ്കെടുക്കാനുള്ളത്. 29-ാം തീയതി, ഇന്നിപ്പോൾ 29-ാം തീയതിയാണ് ഇനി ഈ കൗൺസിൽ ചേരാനിരിക്കുന്നത്. ആ കൗൺസിൽ കൂടെ ചേരാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്താതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സുഗതൻ അയോഗ്യനാകും എന്നുള്ളതാണ് CPM വാദിക്കുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ വാദം എന്ന് പറയുന്നത്. അത് ആ ഒരു വാദത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അതിന്റെ രേഖകൾ തിരുത്തിക്കൊണ്ടുള്ള നടപടിയാണ് എന്നുള്ളൊരു ആരോപണവും CPM ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ തിരുവനന്തപുരം നഗരസഭയിലേത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തേണ്ടതുണ്ട്. ഈ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ബി.ജെ.പിക്ക് ഇവിടെ ഉണ്ടായത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും നിയമ പോരാട്ടം തുടരുകയാണ്. CPM-ഉം ബി.ജെ.പി. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നിയമവഴിയിലൂടെ തേടുകയും ചെയ്യുകയാണ്. അമ്പിളി, ശരി. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ബി.ജെ.പിയുടെ ആലോചന. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.